ദുബായിൽ വന്നിട്ട് 12 വർഷമായി. നാട്ടിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് എൻ്റെ വീട്. 2009 ഞങ്ങളുടെ നാട്ടിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡ് മക്കൾ നാട്ടിലാണ്, ഞാനിവിടെ തനിച്ചായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് സെപ്റ്റംബർ 3-ാം തീയതി ഒരു തേഴ്സ്ഡേ നാട്ടിൽ നിന്നൊരു കോൾ വന്നു. ഹസ്ബൻഡിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അതിരപ്പള്ളിയിൽ ടൂർ പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ചെറിയൊരു ഫ്രാക്ചർ ആണെങ്കിൽ ഞാൻ എന്തിനാണ് വെറുതെ ലീവ് എല്ലാം എടുത്ത് പോകുന്നത്, എന്നാലും സാരമില്ല, ഹസ്ബൻഡിനെ നോക്കാൻ ആളുമില്ലല്ലോ, ഞാനത് പോകാൻ നിന്ന് ടിക്കറ്റ് എല്ലാം റെഡിയാക്കി അന്ന് രാത്രി തന്നെ പോന്നു. ഫ്ലൈറ്റിലെല്ലാം വെച്ച് ഞങ്ങളുടെ കസിൻസിനെല്ലാം കണ്ടുമുട്ടി. പിന്നെ വീണ്ടും എനിക്ക് സംശയം തോന്നി, എന്താ എല്ലാവരും ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ആണെങ്കിൽ ഇത് നാട്ടിലെ കസിൻസ് എല്ലാവരും പോകുന്നത് എന്തിനാണെന്നുള്ള ചിന്ത വീണ്ടും വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി എന്തോ ഹസ്ബൻഡിന് സംഭവിച്ചെന്ന്. അപ്പോൾ തൊട്ട് ദൈവം എൻ്റെ മനസ്സിൽ എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ബാഗിൽ കിടന്ന ഒരു ബൈബിൾ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ ഒരു വചനം കിട്ടി, തളരരുത്, നിന്നെ താങ്ങി നിർത്തുക തന്നെ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിൽ വെച്ച് തന്നെ ഞാൻ ദൈവത്തിനോട് അനുദപിച്ച് പ്രാർത്ഥിച്ചു, യേശുവേ നീ ഇത്ര നാളും വഴി നടത്തി, എന്നാൽ ഞാനൊരു ജീവിതത്തിൻ്റെ ഭൗതികമായ സുഖങ്ങളും സന്തോഷങ്ങളും ആ ഒരു ഭൗതിക സ്നേഹവും ഹസ്ബൻഡിൻ്റെ മക്കളുടെയും ഭൗതികമായിട്ടുള്ള സ്നേഹമെല്ലാം അനുഭവിച്ചപ്പോൾ എൻ്റെ ഈശോയെ നിന്നെ ഞാൻ മറന്നു. നിന്നെ മറന്ന ആ ഒരു ജീവിത കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ അനുദപിച്ചു. ആ ഫ്ലൈറ്റിലിരുന്ന് തന്നെ 3-4 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ എൻ്റെ ഹസ്ബൻഡിനെ, എൻ്റെ വർഗീസേട്ടനെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഏത് അവസ്ഥയിലാണെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ്, ദൈവം നിന്നെ മഹത്വപ്പെടുത്തും, ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്തി ജീവിക്കും എന്നുള്ളൊരു വാഗ്ദാനം ഞാൻ അവിടെ വെച്ച് ദൈവത്തിന് കൊടുത്തു. എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത്, അവിടെ ചെന്നപ്പോഴേ ഓൺ ദ സ്പോട്ടിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെയും എൻ്റെ മക്കളെയും ലോകത്തിൽ തനിച്ചാക്കിയിട്ട് വിട പറഞ്ഞിരുന്നതെന്ന് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. അതിന് ഒത്തിരി നടക്കുന്നൊരു സംഭവമായിരുന്നു. കാരണം 32 വയസ്സേ ഉള്ളൂ എനിക്ക്. 3 കുഞ്ഞു മക്കളാണ്, 7 വയസ്സ്, 5 വയസ്സ്, 3 വയസ്സ്, 2.5 വയസ്സ്, 3 വയസ്സായിട്ടില്ല താഴെയുള്ള കൊച്ചിന്. ടോട്ടലി ഹസ്ബൻഡ് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം എന്നെ ഒത്തിരി വേദനിപ്പിച്ചു. അങ്ങനെ ആ ഒരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ പിന്നെ വീണ്ടും ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഒരുക്കിയത്. എനിക്ക് ഹസ്ബൻഡ് മരിച്ച ആ ജീവനില്ലാത്ത ശരീരത്തിൻ്റെ ആ മുന്നിൽ ഞാൻ എൻ്റെ 3 മക്കളെയും കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തി എന്നിലേക്ക് ഒഴുകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പരിശുദ്ധ മാതാവിൻ്റെ ആ ഒരു സഹനത്തിൻ്റെതായ അവസ്ഥകൾ എൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് പോലെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുമായിരുന്നു. കന്യകയായിരിക്കെ ഗർഭിണിയാവുക, അതൊക്കെ വലിയ സഹനത്തിൻ്റെ അവസ്ഥകളാണ്. ജനനം കൊടുക്കാനായിട്ട് മാതാവ് അനുഭവിച്ച ആ സഹനത്തിൻ്റെ അതേ അവസ്ഥ, അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് സ്വന്തം മകൻ്റെ പീഡാസഹനം, കുരിശുമരണം, അതെല്ലാം പുറകെ നിന്ന് കണ്ടുകൊണ്ട് നടക്കുന്നൊരു അമ്മയുടെ മാനസികാവസ്ഥ. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപയും സ്നേഹവും ദൈവത്തിൻ്റെ വലിയൊരു ശക്തി എന്നിലേക്ക് ഒഴുകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ അപ്പോൾ തന്നെ ഞാനിങ്ങനെ മനസ്സിൽ പറയുകയാണ്, ഇല്ല എനിക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റും, എൻ്റെ മക്കളെ എനിക്ക് വളർത്താൻ പറ്റും, എനിക്കെൻ്റെ മക്കളെ നല്ല രീതിയിൽ നോക്കുവാനും എനിക്ക് സ്റ്റേണായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്നതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തു. അങ്ങനെ തിരിച്ചു വന്നു. പതിവ് പോലെ സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളെല്ലാം കാണാൻ വരുന്നു, ഇങ്ങനെ സഹതപിക്കാൻ വരുന്നവരുണ്ട്. അവരുടെ എല്ലാം ഞാൻ പറയുന്നത് സാരമില്ല, പൊക്കോട്ടെ, നമ്മൾ ആരായാലും മരിക്കും ഒരു ദിവസം. കല്ലറ വരെ ആരുടെ സ്നേഹം, നമ്മുടെ കല്ലറ കെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അവർക്കൊക്കെ ഭയങ്കര അതിശയം, എങ്ങനെ അവൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു. അങ്ങനെ പിന്നീട് ദുബായിലോട്ട് വരേണ്ട ഒരവസ്ഥ വന്നു. 1 മാസത്തെ ലീവ് കിട്ടിയുള്ളൂ. തിരിച്ച് സെപ്റ്റംബർ 3-ാം തീയതിയാണ് ഹസ്ബൻഡ് മരിക്കുന്നത്. ഒക്ടോബർ 11-ാം തീയതി വരെ എനിക്ക് ലീവ് തന്നുള്ളൂ. ഒക്ടോബർ 11-ാം തീയതി തിരിച്ച് വന്നേ പറ്റൂ. അങ്ങനെ തിരിച്ചു വരാനായിട്ട് എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ ഹസ്ബൻഡായിട്ട് ഒന്നിച്ച് ജീവിച്ച ആ ഒരു സ്ഥലത്തോട്ട് വീണ്ടും തിരിച്ചു വരുന്ന അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്നും ഇവിടെ ദിവ്യബലി മുടങ്ങാതെ ഞാൻ ദിവ്യബലി കൊടുക്കും. കാരണം എനിക്ക് ആ ഹസ്ബൻഡ് മരിച്ചു വന്ന സമയത്ത് ആരും എനിക്കിങ്ങനെ പറഞ്ഞു തന്നു, നമ്മൾ ആരെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ ബലികൾ അർപ്പിക്കുന്ന സമയത്ത് അവർ ഒന്ന് ശ്രദ്ധിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലാതെ ഹസ്ബൻഡ് എന്നും ബലി അർപ്പിക്കുന്ന സമയത്ത് ആൾട്ടറിൻ്റെ മുമ്പിൽ വന്ന് നോക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഹസ്ബൻഡിനോട് പ്രാർത്ഥിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചിന്തയിൽ എന്നും ഞാൻ പള്ളിയിലോട്ട് ഓടി വരും. ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാക്കൾക്ക് പ്രാർത്ഥന കിട്ടാതെ പോയ ആത്മാക്കളുണ്ട്, അല്ലെങ്കിൽ ശാന്തി മീൻസ് ശുദ്ധീകരണ സ്ഥലത്തിന് ആത്മാക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ചിലപ്പോൾ എല്ലാവർക്കും ആ ഒരു ഇത് കിട്ടണമെന്നില്ല. ഇങ്ങനെ ചിലപ്പോൾ എൻ്റെ അവസ്ഥയോട് കടന്നു പോയവർക്കൊക്കെ ചിലപ്പോൾ ആ ഒരു പ്രചോദനം കിട്ടത്തുള്ളൂ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ബലി അർപ്പിക്കാനുമായിട്ട് എന്നും ഞാൻ മിക്കവാറും 6 മണിയുടെ മാസമാണ് വരുന്നത്. നൈറ്റ് ആണെങ്കിൽ ഈവനിങ് മാസം അധികം മുടക്കാറില്ല. അങ്ങനെ മാസത്തിന് വരുമ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ ഗ്രോട്ടയുടെ മുന്നിൽ നിന്ന് പറയും, മാതാവേ, ഞാൻ നോക്കുന്ന മക്കൾ വഴിതെറ്റിപ്പോകും, എനിക്കൊരു ഗ്യാരണ്ടിയില്ല, പക്ഷെ നീ നോക്കുന്ന മക്കൾ വഴിതെറ്റി പോകുന്നില്ല. എൻ്റെ മക്കൾക്ക് ലഭിക്കാതെ പോയ പിതാവിൻ്റെ പിതൃത്വം, വാത്സല്യം, മാതാവിൻ്റെ സംരക്ഷണം, ലാളന അത് നീ കൊടുക്കണം. മാതാവിൻ്റെ മടിയിലോട്ട് അല്ലെങ്കിൽ യേശു അപ്പച്ചൻ്റെ മടിയിലോട്ട് ഇട്ട് വെക്കുന്ന മക്കൾ ഒരിക്കലും ചീത്തയാകാൻ പോകത്തില്ല. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് ഞാൻ എന്നും ഹോട്ടലിൽ നിന്ന് പറയും.